ആരാ അത് പറഞ്ഞത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഇതുവരെ ആരും ചെയ്യാത്തൊരു സംഭവം ചെയ്താലോ? എന്താണ്? വായു ഭക്ഷണം. വലിക്കട്ടെ? ആ വലി. ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും ദേവിചന്ദ്രൻ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പെരുന്നാൾ ആശംസകൾ ആദ്യമായിട്ട് ഏവർക്കും നേരുന്നു. അതെ, അപ്രഖ്യാപിതമായിട്ട് പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് ലീവ് കിട്ടിയത് കൊണ്ട് ഇന്ന് ഒരു പണിയില്ല. എണീറ്റതേ ലേറ്റ്. പണിയല്ലേ ഏത്? ഇത് എനിക്കിട്ട് വലിയൊരു പണിയാണല്ലോ. എന്റെ താനാണോ ഇത് മൊത്തം ചെയ്ത്? എന്റെ ദൈവമേ, ഇത് ഇരിക്കാന്ന് വെച്ചപ്പോഴത്തേക്കും വ്ലോഗ് ഷൂട്ട് ഉണ്ടെന്ന്. അത് നമുക്ക് ഇന്ന് നല്ലൊരു ദിവസമായിട്ട് നമുക്ക് വ്ലോഗ് കാണിച്ചില്ലെങ്കിൽ അതൊരു മോശം. അവര് വിചാരിക്കും എന്നും ജോലിയും തിരക്കുവാന്ന്. അല്ലേ? അല്ല, എനിക്കൊരു തിരക്കില്ല. എന്റെ പരിപാടിയൊക്കെ ഞാൻ വെറുതെ. അതെനിക്ക് പക്ഷെ ഞങ്ങളുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഞങ്ങളുടെ വാത്സല്യം എന്ന് പറഞ്ഞ സി കേരളത്തിലെ സീരിയല് പെട്ടെന്ന് നമ്മൾ നിർത്തി. അപ്പൊ അതിന്റെ ഒരു ചെറിയ സങ്കടമുണ്ട്. സങ്കടമല്ല, എല്ലാ സീരിയൽസും ഈ പറഞ്ഞ പോലെ ചില സീരിയൽ നമ്മൾ ഭാവന പോലെയുള്ള സീരിയലുകൾ 1000 എപ്പിസോഡ് പോവാറുണ്ട്. നിലവിളക്ക് 1000 എപ്പിസോഡ് പോയി. ചിലത് 100 എപ്പിസോഡ് പോലും തികയ്ക്കാറില്ല. അതൊക്കെ ഓരോ ഡെസ്റ്റിനി ഫെയ്റ്റ് ഒക്കെയാണ്. പക്ഷെ അപ്പൊ അങ്ങനെ ഒരു ബിസി ടൈറ്റ് ഷെഡ്യൂളിൽ നിന്ന് കുറച്ചൊന്ന് റിലാക്സ് ആയി കേട്ടോ. അതാണ് സത്യം. അതും പറയണമല്ലോ. അപ്പം ഇന്ന് രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ കഴിക്കണം. വഴക്കുണ്ടാക്കാൻ അവിടെ നിൽക്കട്ടെ, അതിന് മുമ്പ് എന്തെങ്കിലും അടുക്കള കയറി ഉണ്ടാക്കണം. അപ്പൊ കഴിഞ്ഞ വ്ളോഗിൽ നമ്മളിങ്ങനെ അമ്മയുടെ വ്ളോഗ്സ് ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ കുക്കിംഗ് റെസിപ്പി ഒക്കെ കണ്ടപ്പോൾ അതിനകത്ത് ഒരു കമന്റ്, ചേച്ചി നിങ്ങളുടെ ഫ്ലാറ്റിൽ എന്താ നിങ്ങൾ കുക്ക് ചെയ്യാതെ? ഓ, ആ അടുക്കളയൊക്കെ മിസ് ചെയ്യുന്നു. ആരാ അത് പറഞ്ഞത്? ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഇതുവരെ ആരും ചെയ്യാത്തൊരു സംഭവം ചെയ്താലോ? എന്താണ്? വായു ഭക്ഷണം. ആരും ചെയ്തിട്ടില്ല. വാ തുറന്നിരിക്കുക. അതൊക്കെ വലിയ വലിയ സന്യാസിമാരൊക്കെ ചെയ്യുന്നു. അത് വലിയ വലിയ സന്യാസം. അവര് യൂട്യൂബ് ചെയ്യുന്നില്ലല്ലോ. അവര് യൂട്യൂബ് നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച വേറൊന്നുമല്ല. ഞാൻ പറയാൻ വന്ന ശരിക്കും പറഞ്ഞു വായു ഭക്ഷിക്കാനൊന്നുമല്ല. ആരും ഇന്നേ വരെ ചെയ്തിട്ടില്ലാത്തതും വളരെ പുതുമയുള്ളതുമായ അപ്പവും സ്റ്റൂവും. അത് ഇന്നലെ കടയിൽ പോയി സാധനം മേടിച്ചപ്പോ അതേ ഉള്ളൂ എന്നറിയാം. അല്ല, ദോശമാവ് ഉണ്ട്, പിന്നെ എന്തൊക്കെയുള്ള ദോശയൊക്കെ എല്ലാരും ചെയ്യുന്നതാണ്. അപ്പവും സ്റ്റൂവും താൻ പറഞ്ഞ ആരും ചെയ്യാറില്ല. നമുക്ക് അപ്പത്തിലേക്ക് കിടക്കാം. അപ്പം നമുക്ക് എന്തിനാണ് സങ്കടം? എന്താ ഒരു സങ്കടം? അപ്പം എന്ന് പറഞ്ഞപ്പോ ഒന്നുമില്ല. അപ്പൊ തുടങ്ങല്ലേ? വേറൊരു ഇതുണ്ട് കേട്ടോ. എനിക്കിവിടെ കുറെ പഴയ വിളക്കുകള്, നമ്മള് എന്താ പറയാ, യൂസ് ചെയ്യാൻ പറ്റാത്ത പാത്രങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ചിലപ്പോ പൊട്ടിയത്, അല്ലെങ്കിൽ കളറ് പോയത്, അല്ലെങ്കിൽ നമ്മൾ കോട്ടിംഗ് ഒക്കെ പോയത്. അപ്പൊ അതൊക്കെ കൊടുത്തിട്ട് ഞാൻ എല്ലാം പുതിയ പാത്രങ്ങൾ വാങ്ങി, വിളക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ മാറ്റി വാങ്ങിച്ചു. അപ്പം അത് ഞാൻ ഇപ്പൊ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ എടപ്പള്ളിയില് ഞങ്ങൾക്ക് ഈ പ്രമിസസിലുള്ള ആർക്കെങ്കിലും അവർക്കറിയാം. അല്ല ഉണ്ടെങ്കിൽ ഇവിടെ വരാനൊന്നും പറയണ്ട. അല്ല, മാധവൻ തമ്പിയുടെ അത് നമ്മളറിയാത്ത ഒരു വർഷമായിട്ട്. അതെ, അറിഞ്ഞപ്പോ പറയണ്ടേ? നമ്മളെക്കാളും കഷ്ടമായിട്ടുള്ളവർ ഇപ്പൊ താഴെ വന്ന് കമന്റ് ചെയ്യും കാണുന്നവരുണ്ടെങ്കിൽ. ഓ, ഇതാണോ ഇത്? ഞങ്ങൾ ഒരു വർഷമായിട്ട് അതിലെ മുമ്പിൽ കൂടെ പോകുമ്പോൾ കാണും. മുമ്പിൽ കൂടെ പോയിട്ട് കാര്യമില്ല, ഇത് ഉണ്ടെന്ന് അറിയണ്ടേ? എക്സ്ചേഞ്ച് ഇത് ഉണ്ടെന്ന് അറിയണ്ടേ? ആർക്കാടും അറിയാൻ വയ്യാത്ത വെറുതെ ഓരോന്ന് പറയുക രാവിലെ ഇരുന്ന്. പറഞ്ഞു വേണ്ടേ? മനസ്സ് പഠിപ്പിക്കുകയാണല്ലോ. താൻ അല്ലേലും ചൊറിയനാന്ന് ഒരുപാട് ഒരു കംപ്ലൈന്റ് പറയുന്നുണ്ട്. അതായിക്കോട്ടെ, അത് കുഴപ്പമില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ ഇന്നലെ സാധനങ്ങളൊക്കെ മേടിക്കുന്ന കൂട്ടത്തിലൊരു സാധനം ഞാൻ കണ്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യുന്നതായിരിക്കും, ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫ്ലാറ്റിലെ സൂര്യ ചേച്ചിയൊക്കെ പറഞ്ഞിട്ടാ ഞാനത് മനസ്സിലാക്കി. ഈ ചോപ്പറിൽ ഇങ്ങനെ വലിച്ചു വിടുന്ന സാധനം. അപ്പൊ അത് ഞങ്ങൾ ഇന്നലെ ഒന്ന് പരീക്ഷിച്ചേ. പക്ഷെ അടിപൊളിയായിട്ട്, പ്രത്യേകിച്ച് സവോള അരിയാനായിട്ട് കണ്ണ് എരിഞ്ഞ് പടാരടങ്ങാറുണ്ട്. അപ്പൊ ഞാൻ കിഷോറിന്റെ അടുത്ത് പറഞ്ഞു, ഈ വലിപ്പിക്കൽ മാത്രമേ ഉള്ളൂ. അപ്പൊ താങ്കൾ എന്നെ അതിൽ സഹായിക്കണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. കേട്ടോ പറഞ്ഞത്? നോക്കാം. അങ്ങനെ നോക്കാം. ചിലപ്പോ അത് വലിച്ചൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സാധനം ആയതുകൊണ്ട് ചിലപ്പോ ഒറ്റ വലിക്ക്, എന്റെ ഒറ്റ വലിക്ക് തീരും. വയൽമാനോ? അപ്പൊ ശരി, ഓവർ ടു അടുക്കള. വിശ്വപ്രസിദ്ധമായ അപ്പവും സ്റ്റൂവിലേക്ക് കിടക്കുകയാണ്. അപ്പൊ അതിൽ ആദ്യം വേണ്ടത് അപ്പം മിക്സ് ആയിരുന്നു. അത് ഞാൻ കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. AVSന്റെ ബാറ്റർ മേടിച്ച് നമ്മൾ റെഡിയാക്കി വെച്ചോട്ടിരിക്കുകയാണ്. ഒട്ടിച്ച് അതിൻ്റെ അകത്തുനിന്ന് ലാസ്റ്റ് തുള്ളി വരെ നമ്മൾ എടുക്കുന്നതായിരിക്കും. ഈ അപ്പം മിക്സ് നല്ലതാട്ടോ. നിങ്ങളെല്ലാരും അയ്യേ പരസ്യമൊന്നുമല്ല, ഞങ്ങളുടെ നാട്ടുകാരല്ലേ. അപ്പൊ പിന്നെ അങ്ങനെ നമ്മുടെ അപ്പം മിക്സ് നല്ല പഞ്ചസാര ഇട്ടോ? ഇട്ടു. പഞ്ചസാര മുഖ്യം ബിഗിലേ, അതൊക്കെ ഇട്ടു. നമുക്ക് കറി ഇത്തിരി മോശമാണെങ്കിലും വെറുതെ കഴിക്കാൻ പറ്റും. കറി മോശോ? ഞാൻ പറഞ്ഞതാ, എപ്പോഴും നമ്മൾ ഉണ്ടാക്കുമ്പോ നന്നാവണമെന്നില്ലല്ലോ. നന്നാവും. എന്റെ ഹോട്ടലിലെ വലിയ വലിയ ഷെഫ്മാരുണ്ടാക്കിയാൽ പോലും എന്നും അത് ഒരേ ടേസ്റ്റ് ആയിരിക്കണമെന്നില്ല. ഒരേ ടേസ്റ്റ് അല്ല, പക്ഷെ എന്നാലും നന്നായിരിക്കണമെന്നില്ല. നന്നായിരിക്കും. അതായത് ഇനി നമ്മള് എല്ലാം എളുപ്പപ്പണിയാട്ടോ ഇവിടെ. അല്ല, കട്ട് വെജിറ്റബിൾസാ മേടിക്കുന്നത്.
ശരിക്കും ഉപ്പുമാവിന് നമുക്ക് ഇതുപോലെ ഇഷ്ടു ഒക്കെ ഉണ്ടാക്കാനൊക്കെ നമുക്ക് ഇത് എളുപ്പമാണ്. കുറച്ചു നേരം ഇഷ്ടു എന്താ സ്റ്റൂ എന്ന് പറയുന്നത്, ഇഷ്ടു എന്ന് പറയുന്നത്. ഡ്രൈ ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സോ? ഇങ്ങനെയല്ലേ കടകളിൽ കിട്ടുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇരിക്കും, പഞ്ചസാര ഇങ്ങനെ. പഞ്ചസാര ഇത് പഞ്ചസാര അല്ല കേട്ടോ, ഇത് ഐസാണേ. ഒരു 2 minutes നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിലിപ്പോ ഗ്രീൻ പീസ് ഉണ്ട്, ബീൻസ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്. അത്രേ ഉള്ളൂ. വേണമെങ്കിൽ നമുക്ക് ആഡ് ഓൺസ് ഇടാം കേട്ടോ. പൊട്ടാറ്റോ ഇടാം, സവാള ഇടാം. വെജിറ്റബിൾ സ്റ്റൂവിന് പൊട്ടാറ്റോ ഒക്കെ ഇടും. പൊട്ടാറ്റോ ഇടണോ? വേണ്ട, ഇനി ഞാൻ തന്നെ അരിയണ്ട, വേണ്ട. ഇല്ല, പൊട്ടാറ്റോ ഇവിടെ ഉണ്ട്. ഒരു 2 സവോളയും കൂടെ എടുത്തേക്കാം. സവോള ചോപ്പ് ചെയ്ത് തരണേ. ഇന്ന് ചിത്രീകരണം പകർത്തിക്കൊണ്ടിരിക്കുന്ന അനന്തുവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. നമ്മുടെ ലെവൻഡറിലെ സുജിത്തിന്റെ കല്യാണമായിരുന്നു. ഇന്നലെ കല്യാണം കഴിഞ്ഞു. നമ്മുടെ സൺഡേ കൊല്ലത്ത് വെച്ച് റിസപ്ഷൻ ഉണ്ട്. ഞങ്ങൾ എല്ലാവരും പോകുന്നുണ്ട്. കിഷോർ വരുന്നില്ല, കിഷോറിന് പ്രോഗ്രാം ഉണ്ട്. ഓ വെരി നൈസ്, ഗുഡ് ബോയ്. താൻ പഠിച്ചു പോയി കേട്ടോ. ഇതൊക്കെ നമുക്ക് അറിയാം. പിന്നെ താൻ മടി പിടിച്ചിട്ടല്ലേ? മടിയല്ല, ഇത് കഷ്ടപ്പെടാൻ വയ്യ, അതാണ്. എനിക്ക് ഇത് മനസ്സിലായിട്ടില്ല കേട്ടോ. എല്ലാവരും ഉള്ളിടെ ഈ ഭാഗം കളയുന്നത് എന്തിനാണോ? അത് പ്രൊട്ടക്ഷനാ. ഇതോ ഇവിടെ കിളിച്ചു വരുന്നത് നമ്മള് ഇങ്ങനെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ ചേട്ടൻ നല്ല വലിക്കും. വലിക്കട്ടെ? ആ വലി. വരുന്നില്ലത് ആണോ? പോയോ? ചീത്തയാക്കിയോ? ഭയങ്കരമായിട്ട് വലിക്കാവോ? ഇതൊക്കെ ഞാൻ വലിച്ചിട്ട് കേടായിട്ട് പറയരുത്. വലിച്ചു. അത്രയും വലിക്കണോ? വലിയ മറ്റേ ഇത് കൊള്ളാലോ. ബൈസെപ്സിനും ട്രൈസെപ്സ് മതി. ഒത്തിരി ചമ്മന്തി ആയിരിക്കും അല്ലത്. മതി, എത്ര മതി? ചീത്തയായിട്ടുണ്ടേ. ടപ്പെന്നൊരു ശബ്ദം കേട്ടിട്ടുണ്ട്. ചെറുതായിട്ട് മതി. ഇത് ഏതാണ്ട് മറ്റേ ലോഡ് പണിക്കാരുടെ പോലെ തന്നെ. ഒന്നും അരിഞ്ഞിട്ടില്ല. അത് അത്ര ഇടരുത് ശരിക്കും. അത് ഒരു 2 തവണയെങ്കിലും അത് ചോപ്പ് ചെയ്യാനുള്ള സാധനങ്ങൾ ഇടണം. അങ്ങനൊന്നുമില്ല. ഞാൻ ഇന്നലെ ഫുള്ള് ചോപ്പ് ചെയ്തത് ഇതിലാണ്. ഇത്രയൊക്കെ വരുള്ളൂ. അതുകൊണ്ട് എന്താ പ്രയോജനം? എന്താ ഇത്ര വരുള്ളൂ. ഇത് ഇനിയും മുറിയണമല്ലോ. ഇതൊക്കെ ഒന്നും പറ്റത്തില്ല. എന്നാ എല്ലാം ചെയ്യുവാൻ വേണം, തിന്നുവാൻ വേണം എന്ന് പറഞ്ഞാൽ പറ്റുമോ? അതിന് നമ്മള് പൊട്ടറ്റോ ഇടുകയാണ് ഇതിൻ്റെ അകത്തോട്ട്. ഓക്കെ, എനിക്കല്ലേ പൊട്ടറ്റോ വേണമെന്ന് പറഞ്ഞേ. സ്റ്റൂവിന് പൊട്ടറ്റോ ഇല്ലാതെ ഇനി വിഷമിക്കണ്ട. ഓക്കെ, പൊട്ടറ്റോയും ഇട്ടു. ഓക്കെ, ഡീഫ്രോസ്റ്റ് ചെയ്തിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഇത് ശരിക്കും താനെന്താ പറഞ്ഞ കണ്ണില് മറ്റേ ഇത് വരില്ലെന്നോ? ഏത്? ഉള്ളി എരിയുമ്പോ. പക്ഷെ എനിക്ക് വന്നല്ലോ, എനിക്ക് ഇത്രയും വലിയ പടച്ചട്ട വെച്ചിട്ടും കണ്ണിന്റെ അകത്തുനിന്ന് എരിയുന്നുണ്ട്. അത് തന്റെ 10 പ്രാവശ്യം തുറന്നു നോക്കിയില്ലേ? അത് തുറക്കരുത് കേട്ടോ ആരും. അത് എരിഞ്ഞിട്ട് തുറക്കല്ലേ. അങ്ങനല്ല, അല്ലെങ്കിൽ ഒരു കണ്ണ് കെട്ടിയിട്ട് തുറക്കണേ. ഇനി നമുക്ക് 2 പച്ചമുളക്, ഒരു കറിവേപ്പിലയും കൂടെ ഇടാം. നമ്മള് ഇതൊന്നും ഒറ്റ വിസിൽ മതി കേട്ടോ. നമ്മൾ കൂടുതൽ വിസിലൊക്കെ അടിച്ച് ലംബാക്കണ്ട. ഓക്കെ, ജസ്റ്റ് ഒരു അല്ല, ഇപ്പൊ തന്നെ കാണാൻ എന്തൊരു സുന്ദരിയായിട്ട്. ഇനി നമ്മള് തേങ്ങാപ്പാല് വേണ്ടേ? തേങ്ങാപ്പാലൊക്കെ അവസാനം. ജസ്റ്റ് കുറച്ച് വെള്ളം മതി കേട്ടോ, ഒത്തിരി വെള്ളം വേണ്ട. നമ്മൾ അടയ്ക്കുന്നു. ഗ്യാസ് കത്തിക്കുന്നു, വെക്കുന്നു. കുഴപ്പമില്ല. ഒറ്റ വിസില് മതി. അപ്പോഴേക്കും തന്നെ എല്ലാം സെറ്റ് ആവും. മഴക്കാലം ആയതുകൊണ്ടേ ആരും വെള്ളം കുടിക്കുന്നില്ല. എനിക്കും വെള്ളം കൂടി കുറവാണ്. നമ്മുടെ 2 ഫ്രണ്ട്സിന് ഇൻക്ലൂഡിങ് എൻ്റെ അമ്മയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻ വന്നു. അതുകൊണ്ട് വെള്ളം നല്ലോണം കുടിക്കണം. വെള്ളം കുടിക്കാൻ തോന്നത്തില്ല, കാരണം തണുപ്പല്ലേ. വെറുതെ കുടിച്ചോണം. വേറെ പൈസ നോക്കണം, കുടിച്ചോണം. വെള്ളമല്ലേ? അതെ, പൈസ മുടക്കണ്ട. പുതിയതിൽ എന്ന് ഉദ്ഘാടനം ചെയ്യാം. പുതിയ അമ്മ തന്നതാ. അമ്മയ്ക്ക് അപ്പച്ചട്ടി. കറക്ക് കമ്പനിയാണ്.
ഓക്കെ, കുറച്ച് നമ്മൾ തീ കുറച്ച് വെക്കുന്നു. വെള്ളം ഒഴിച്ചോ താൻ? ഇല്ല, വെള്ളം ഒഴിച്ചില്ല ഷെഫ്. വെള്ളം ഒഴിച്ചത് കൂടിയോന്ന് ഡൗട്ട് ഉണ്ട്. കുറച്ചും കൂടെ ആവണം. അതാണ് ലേറ്റ് ആവുന്നത്. ഇത്രയും സമയം എടുക്കൂല. ഞാൻ കുറച്ച് വെച്ചിരിക്കുക, മതി. അത്ര കരിഞ്ഞു? കരിഞ്ഞൊന്നുമില്ല. മൊരിഞ്ഞില്ലേ? തിരിച്ചിടണ്ടേ? അയ്യേ, സോറി ഗൈസ്, ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം. അറിവില്ലായ്മ ഒരു കുറ്റമല്ല. ഓക്കെ. ഒട്ടിപ്പിടിക്കുന്നുണ്ടേ? ഉണ്ടോ? ആ, അത് കൊള്ളാം. കൊള്ളാമോ? അതെന്നെ പറഞ്ഞേ. ടേസ്റ്റ് ഉണ്ടായാ മതി. പഞ്ചസാര ഇട്ടത് കൊണ്ട് ഭാഗ്യം, ഇല്ലെങ്കിൽ ഏരിയ നിൽക്കാൻ പറ്റില്ല. അതാണോ? അത് ആ വിസിലാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്തായാലും യെസ്, വെരി നൈസ്. ഇതാ നമ്മളുടെ ഇഷ്ടുവിന്റെ കഥാപാത്രങ്ങൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു, ഇഞ്ചി ആൻഡ് കറിവേപ്പിലാസ്. അതിന് മുമ്പ് നമ്മൾ സ്റ്റൂ ആയതുകൊണ്ട് നമ്മൾ അതിനെ കുറച്ച് കലാപരമായി നമ്മൾ അതിനെ ഇത്രേ ഉള്ളൂ, കുഴപ്പമില്ല. ഇടയ്ക്ക് ഇങ്ങനെ ഒരു മുന്തിരിങ്ങ കിട്ടുമ്പോൾ നല്ല സന്തോഷമാണ്. നമ്മൾ കറിവേപ്പില ഇട്ടു, ഇഞ്ചി ഇട്ടു. അതൊന്ന് സോട്ടാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, എൻ്റെ ഒന്ന് പച്ചപ്പ് മാറിയാൽ മതി. ഇടയ്ക്ക് ഇതൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. മറ്റേതിന് ചിലപ്പോൾ ഒരു വികാരം ഉണ്ടാവില്ല. ചില സ്ഥലത്തൊക്കെ സ്റ്റൂ വെക്കുന്ന അങ്ങനെയാണ്, ഒരിതുമില്ല, വെറുതെ കുറെ പച്ചവെള്ളവും പോലെ. അത് നോർമലി ചിക്കൻ ഇടുമ്പോൾ ഇതൊന്നും വയ്ക്കൂല. മെയിനായിട്ട് ആ ചിക്കനും ബീഫും ഒക്കെ ഇടുള്ളൂ. കുറെ അകത്ത് മിച്ചമുണ്ടേ. അകത്ത് മിച്ചമുണ്ട്, അതെടുക്കും. എന്റെ കൈ കൊള്ളു, അതുകൊണ്ടാണ് ഇങ്ങനെ വലിച്ചെടുക്കും. നമ്മൾ വിടില്ല, ഞാൻ ഒന്നിനും വിടില്ല. കമോൺ, കഷ്ടപ്പെട്ട് പാവം ചോപ്പർ കൊണ്ട് കിഷോറേട്ടൻ റെഡിയാക്കി തന്നാണ്. ഒരിക്കലും ഞാൻ വിടില്ല. എല്ലാരും പുറത്തു പോകാം. നമുക്ക് ഉപ്പൊക്കെ ഇടാം. ഇത് ചിലര് വെള്ള ഇതായിട്ടിടും, ചിലര് വെള്ളക്കറിയായിട്ട് വെക്കും, ചിലര് ഈ മസാല കൂട്ടിയാക്കും. നമുക്ക് വേണ്ട, മസാല ഒന്നും വേണ്ട, നമ്മളിങ്ങനെ തന്നെ മതി. ഗരം മസാല ഇടും ചിലർ. നമുക്ക് അങ്ങനെയൊന്നും വേണ്ട. നമ്മൾ തേങ്ങാപ്പാൽ പരിപാടിയാണ്. എനിക്ക് ഇന്ന് സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. നല്ല എല്ലാ വെജിറ്റബിൾസിനും. ഇനി നമുക്ക് പാൽ ഒഴിക്കാം, തേങ്ങാപ്പാൽ ഒഴിക്കാമേ. ഇല്ല, കുറച്ച് വെച്ചാൽ മതി, ഭീകരമായിട്ട് ഒരുപാടൊന്നും വേണ്ട. നമ്മളിതൊന്ന് സോട്ടാവാനുള്ള തേങ്ങാപ്പാൽ മതി. വേറെ കുഴപ്പമുണ്ട്, കുറച്ച് കൂടുതൽ ഒഴിക്കേണ്ടി വരും. കഷ്ണങ്ങൾ കൂടുതലാ, ഭയങ്കര ബോറായില്ലെങ്കിൽ കഷ്ണം വേറെ കിടക്കും. വെള്ളം ഇച്ചിരി കൂടിയോന്ന് ഡൗട്ട് ഉണ്ട് താൻ ഒഴിച്ചത്. ഇല്ലില്ല, അത് മുങ്ങി കിടക്കണം. കുറച്ച് കൂടുതൽ എരിവ് വേണ്ടവർക്ക് ഒന്നെങ്കിൽ കുരുമുളക് പൊടി ഇടാം, അതല്ലെങ്കിൽ കുരുമുളകായിട്ടും ഇടാം കേട്ടോ. കുരുമുളകായിട്ട് ഇടുന്നതാണ് അതിന്റെ ടേസ്റ്റ്. ആണോ? വേറൊന്നുമല്ല, നമുക്ക് ഇടയ്ക്ക് ഒരു കുരുമുളക് കടിക്കാൻ കിട്ടും. ഇപ്പൊ ഇട്ട് തരാം. എന്നോടോ ബാല, കുരുമുളക് ഇടുമ്പോ അത് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ സ്റ്റൂവിന് എപ്പോഴും ടേസ്റ്റ് കൂടും. പോട്ടെ, ഞങ്ങൾക്കൊരു കടിക്കാൻ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഒരു വിഷമം വരണ്ട. ഇത്രയും മതി. കുരുമുളക് ഉള്ളെല്ലാം കൂടെ വാരിപ്പറക്കി ഇട്ടിട്ട് അവസാനം വെക്കും, എരിവ് കൂടിയിട്ട്. അപ്പൊ ഇത് നമ്മൾ പറയുന്ന സംഭവം ഒന്ന് പറയും. എന്ത്? ഞാനും മക്കളും അക്കരയ്ക്ക് പോയി, അക്കരെ വന്നു, ഞാൻ ഇക്കരെ വന്നു. അത് നിങ്ങൾ ആരെങ്കിലും പരീക്ഷിച്ചിട്ടുണ്ടോ? അതായത് നമുക്ക് ഇക്കിൾ വരുമല്ലോ, ഇക്കിൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോ മേ ബി അതൊരു മൈൻഡ് ഗെയിം പോലെയാണ്, കോൺസെൻട്രേഷൻ കളയാൻ വേണ്ടിട്ട്. ഒറ്റ ശ്വാസത്തിൽ പെട്ടെന്ന് പറയണം. ഞാനും ഇക്കിളും അക്കരയ്ക്ക് പോയി, ഇക്കിൾ അക്കരെ നിന്നു, ഞാൻ ഇക്കരെ വന്നു. ഞാൻ ഇക്കിളും അക്കരയ്ക്ക് പോയി, ഇക്കിൾ അക്കരെ നിന്നു, ഞാൻ ഇക്കരെ വന്നു. സ്പീഡിൽ ഞാനും ഇക്കിളും അക്കരയ്ക്ക് പോയി, ഇക്കിൾ അക്കരെ നിന്നു, ഞാൻ ഇക്കരെ വന്നു, ഞാൻ ഇക്കിളും അക്കരയ്ക്ക്. അപ്പോൾ നമ്മുടെ ഇക്കിള് മാറും. അത് വളരെ സക്സസ്ഫുൾ ആണ്. അങ്ങനെ എന്തെങ്കിലും ടിപ്പണീസ് ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയണേ. ഇഷ്ടു നമുക്ക് തൽക്കാലം അങ്ങോട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് ഒരപ്പം ഉണ്ടാക്കി ഇഷ്ടവും കൂട്ടി കഴിക്കും. ഓക്കെ, കുഞ്ഞപ്പ ചട്ടിയാട്ടോ, അപ്പൊ അതുകൊണ്ട് കുഞ്ഞപ്പവേ കിട്ടത്തുള്ളൂ. ഓക്കെ ഓക്കെ, അടച്ചു. മാവ് പൊങ്ങി വന്നു, പൊങ്ങി വന്നു, പൊങ്ങി വന്നു.
പൊങ്ങി വന്നു പൊങ്ങി വന്നു പൊങ്ങി വന്നു. യെസ്, നോക്കൂ ഗായ്സ്, കണ്ടാ അടിപൊളി ചക്കര കുട്ടനപ്പമായി. നല്ല ഔച്ച്, നല്ല സൂടപ്പം. ചൂടപ്പം നല്ല സൂട്. ഇതിന്റെ പൊക്കത്തൂടെ വെക്കട്ടെ, അപ്പൊ നല്ല മെൽറ്റിംഗ് ഓഫ് ദ ഇന്ത്യ ആയിരിക്കും. എനിക്ക് കുരുമുളക് വേണമെന്നല്ലേ പറഞ്ഞേ? അല്ല, അങ്ങനെ കുരുമുളക് അതിനു വേണ്ടി യാദൃശികമായിട്ട് കടിക്കണം, പർപ്പസ്ഫുള്ളി കടിക്കരുത്. അപ്പൊ എരിവ് യാദൃശികമായിട്ട് കടിക്കുമ്പോ ഒരു ചെറിയ പൊടിക്കൊരു സുഖം, ഒരു എരിവ്. ഇരിക്കണം, അടുപ്പത്തുനിന്ന് എടുത്തോളൂ. ഞാൻ പോയി ഇരിക്കണം. ഓ, ഇരുന്ന് കഴിക്കണോന്നോ? ഓ ശരി, അപ്പൊ നന്നായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ നിന്ന് തന്നെ തീർത്താൻ. വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ഒക്കെ കറികളുണ്ടെങ്കിൽ ഞങ്ങളോടും കൂടെ പറഞ്ഞു തരണേ പ്ലീസ്. ഞങ്ങൾക്ക് വ്ളോഗ് ചെയ്യാനാണേ. നേരത്തെ വ്ളോഗ്സ്, അമ്മയുടെ വ്ളോഗ്സ് ഒക്കെ ഇട്ടോ. ബശയൊക്കെ ഉണ്ടാക്കിയോ എല്ലാവരും? ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. ചേട്ടന്റെ തമാശകളാണ് അതിന്റെ ഹൈലൈറ്റ്. ഞങ്ങളുടെ ഡാൻസ് ഒക്കെ അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് കേട്ടോ. അയ്യോ എന്റെ ദൈവം, ഇയാള് ഡാൻസ് കളിക്കുന്ന എനിക്ക് ടെൻഷൻ, പഠിപ്പിക്കണ്ടേ. അപ്പൊ എന്തായാലും സന്തോഷമായിട്ട് ആരോഗ്യത്തോടെ ഇരിക്കുക, നിറച്ച് വെള്ളം കുടിക്കുക. മൺസൂണാണ്, പനിയൊന്നും പിടിപ്പിക്കരുത്. സ്കൂൾ തുറന്ന കുഞ്ഞുങ്ങളെല്ലാം ശ്രദ്ധിച്ചു പോവുക, നിറച്ച് വെള്ളം കുടിക്കണം കേട്ടോ. എല്ലാവർക്കും യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ വരുന്നുണ്ട്, പനിയും ചുമയൊന്നും പിടിപ്പിക്കരുത്. കോവിഡ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാടൊക്കെ കേസസ് വരുന്നുണ്ട്. പറ്റുന്നതൊക്കെ എന്തെങ്കിലും ചെറിയ തുമ്മലോ ജലദോഷമോ ഒക്കെ ഉണ്ടെങ്കിൽ മാസ്ക് ധരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ആരോഗ്യത്തോടെ കുടിക്കുക. ഓക്കെ, അപ്പൊ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ടാറ്റാ ബൈ ബൈ. ഒരിക്കൽ കൂടി എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. ബൈ.